ടോപ്പ് ട്യൂഷന്റെ ഹിസ്റ്ററി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ ആൻഡ് ദ മെർജർ എഗ്രിമെന്റ്? മെർജർ എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സിലുള്ള റൂളേഴ്സ് ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി സൈൻ ചെയ്യുന്ന എഗ്രിമെന്റിനെയാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ എന്ന് പറയുന്ന ഡോക്യുമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസ്ലി സ്റ്റേറ്റിലുള്ള റൂളേഴ്സ് എല്ലാവരും അവരവരുടെ കൺട്രോൾ മൊത്തം ഇന്ത്യ എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യത്തിലേക്ക് കൊടുക്കുകയാണ്. അവരുടെ ഡിഫൻസ് ആയിക്കോട്ടെ, ഫോറിൻ അഫയേഴ്സ് ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസും ആയിക്കോട്ടെ, എല്ലാ കൺട്രോളും ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റൊരു രാജ്യത്തിലേക്ക് അവർ ആ കൺട്രോളിന് കൊടുക്കുകയാണ്. പക്ഷേ അവർക്കൊരു ഇന്റേണൽ സെൽഫ് ഗവേണൻസ് ഉണ്ടാകും. ഇന്റേണൽ സെൽഫ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ചെറിയ കാര്യങ്ങൾ, ചെറിയ ഗവേണൻസും കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ എന്ന് പറയുന്നത്. ഇനി മെർജർ എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കൺട്രോളും പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്ന് മാറി ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റ രാജ്യത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെർജർ എഗ്രിമെന്റ് എന്ന് പറയുന്ന ഈ ഒരു ഡോക്യുമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ സെൽഫ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു പ്രിവിലേജ് നഷ്ടപ്പെടും. അങ്ങനെ പ്രിൻസ്ലി സ്റ്റേറ്റ് എല്ലാം ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റൊരു രാജ്യത്തിലേക്ക് മെർജായി പോവുകയും ചെയ്യും. ഇതാണ് മെർജർ എഗ്രിമെന്റ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷനും തമ്മിലുള്ള വ്യത്യാസം. Question: Discuss the measures adopted to establish unity and implement the democratic system in post-independent India. അതായത് യൂണിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി എടുത്ത കുറച്ച് മെഷേഴ്സ് എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് ശേഷം ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം എങ്ങനെയാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പോൾ ഈ രണ്ട് കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ യൂണിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെന്റ് 500 പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്ത് ഒറ്റൊരു ഇന്ത്യൻ യൂണിയൻ ആക്കി മാറ്റി. അതോടൊപ്പം തന്നെ ഒരുപാട് പാർട്ടീഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാർട്ടീഷൻ സമയത്ത് ഒരുപാട് റിഫ്യൂജീസ് ഇന്ത്യയിലേക്ക് വരികയും ആ റിഫ്യൂജീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ലോസും ഇവിടെ ഉണ്ടാക്കി. അത് കൂടാണ്ട് തന്നെ ഇന്ത്യയിൽ പല ടൈപ്പിലുള്ള ആളുകളുണ്ട്. അപ്പോൾ അതിൽ മെജോറിറ്റി മൈനോറിറ്റീസ് ആയിട്ടുള്ള ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആ മൈനോറിറ്റി ഗ്രൂപ്പ്സിനെ സോഷ്യൽ എക്സ്ക്ലൂഷനിൽ നിന്ന് രക്ഷിക്കാനായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള മൈനോറിറ്റി റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തു. അപ്പം ഇങ്ങനെയൊക്കെയാണ് യൂണിറ്റി ഇവിടെ ഉറപ്പുവരുത്തിയത്. ഇനി അടുത്തൊരു ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റം എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഇവിടെ എന്ത് വെച്ചു? 1951-52 ഒരു ജനറൽ എലക്ഷൻ ഇവിടെ നടത്തി. അപ്പം ഈ ഒരു ഫെയർ എലക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ബോഡി ഫോം ചെയ്തു. അപ്പോൾ ഈ എലക്ഷൻ കമ്മീഷൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലെ ഒരു പ്രിൻസിപ്പിളാണ്. അതായത് രാജ്യത്തിലെ ഒരാളുടെയും ജെൻഡറോ കാസ്റ്റോ റിലീജിയൻ്റെയോ ബേസിസിൽ എലക്ഷൻ നടക്കാതെ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ള ഒരു പ്രിൻസിപ്പിളിന്റെ ബേസിസിൽ എലക്ഷൻ കമ്മീഷൻ എലക്ഷൻസ് കണ്ടക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇങ്ങനെയാണ് ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയിൽ ഡെമോക്രാറ്റിക് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തത്. Question: Prepare a chronological list of the various governments in India since the first general election. ആദ്യത്തെ ജനറൽ ഇലക്ഷന് ശേഷം പിന്നീട് വന്ന പല ഗവൺമെന്റ്സിന്റെയും ലിസ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അതും ക്രോണോളജിക്കൽ ഓർഡറിൽ. അപ്പം 1951-52 ആദ്യത്തെ ജനറൽ ഇലക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം വന്ന ആദ്യത്തെ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി ഡോമിനൻസ് ആണ് 1952 മുതൽ 1977 വരെ. ഓക്കെ, അതിനുശേഷം 1977 മുതൽ 1979 വരെ ഇവിടെ റൂൾ ചെയ്തിട്ടുണ്ടായിരുന്ന പാർട്ടി എന്ന് പറയുന്നത് ജനതാ പാർട്ടി ഗവൺമെന്റ് ആണ്. ഇതാണ്
ആദ്യത്തെ നോൺ കോൺഗ്രസ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് മുൻപ് വരെ 52 മുതൽ 77 വരെ കോൺഗ്രസ് പാർട്ടി ആയിരുന്നു. അതിനുശേഷം വന്നതാണ് ജനതാ പാർട്ടി ഗവൺമെന്റ്. ഇതാണ് ആദ്യത്തെ നോൺ കോൺഗ്രസ് ഗവൺമെന്റ്. അതിനുശേഷം 1980 മുതൽ 89 വരെ വീണ്ടും കോൺഗ്രസ് പാർട്ടി വന്നു. പിന്നെ അതിനുശേഷം 1989 ശേഷമാണ് കോഅലീഷൻ പൊളിറ്റിക്സ് തുടങ്ങിയത്. കോഅലീഷൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അലയൻസസ് ചേർന്നിട്ട് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുക. ഇപ്പൊ നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് കേട്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ നാഷണൽ ഫ്രണ്ട് കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, അങ്ങനെ കുറേ അലയൻസസിന്റെ പേര് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ NDA, BJP എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരെല്ലാം കൂടിയിട്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കും. ഈ അലയൻസസ് എല്ലാം കൂടി NDA മറ്റ് അലയൻസസ് എല്ലാം ചേർന്നിട്ട് BJP എന്ന് പറഞ്ഞൊരു ഗവൺമെന്റ് ഫോം ചെയ്യും. അപ്പോൾ ഇത് ഈ 1989 ശേഷമാണ് ഇങ്ങനൊരു കോഅലീഷൻ പൊളിറ്റിക്സ് നിലവിൽ വരാനായിട്ട് തുടങ്ങിയത്. പിന്നെ അതിനുശേഷം 2014 മുതൽ ഇപ്പോൾ 2025 വരെയും NDA, അതായത് BJP നയിക്കുന്ന NDA ആണ് നമ്മളെ കറന്റ്ലി റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് എന്ന് പറയുന്നത്. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: What was the background of the declaration of emergency in India? അപ്പോൾ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്തതിൻ്റെ റീസൺസ് എന്തൊക്കെയായിരുന്നു? അപ്പം ഈ ഒരു എമർജൻസി ഡിക്ലറേഷൻ നടന്നത് 1975 ആ ടൈമിൽ നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു. അപ്പം ഈ ഒരു സെൻട്രൽ ഗവൺമെന്റിന് എതിരെയായിട്ട് ഒരുപാട് പ്രൊട്ടസ്റ്റുകളും എജിറ്റേഷൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ചെയ്ത ലീഡേഴ്സിന്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്: ജയപ്രകാശ് നാരായണൻ, മൊറാർജി ദേശായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ ഇത്രയും ഒരു പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് വെച്ചാൽ ആ ഒരു ഗവൺമെന്റിന്റെ ടൈമിൽ ഒരുപാട് എക്കണോമിക് ക്രൈസിസ്, ഫുഡ് ഷോർട്ടേജ്, അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ അങ്ങനെ തുടങ്ങിയ ഒരുപാട് എക്കണോമിക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറേ പൊളിറ്റിക്കൽ ഇഷ്യൂസും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇലക്ടറൽ മാൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അലഹാബാദ് ഹൈക്കോർട്ട് ലോക്സഭ ഇലക്ഷനിൽ അവരുടെ ആ ഒരു ഇലക്ഷൻ തന്നെ എന്ത് ചെയ്തു, ഇൻവാലിഡ് ആണ് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പം അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസും ഉണ്ടായി. അപ്പം ആ ഒരു കാരണം കൊണ്ട് അവരുടെ റെസിഗ്നേഷൻ തന്നെ ഹൈക്കോർട്ട് ആവശ്യപ്പെട്ടു. സോ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനൊരു 1975 എമർജൻസി ഡിക്ലറേഷൻ നടക്കാനായിട്ടുള്ള കാരണം. Question: Discuss the background of the Mandal Commission and developments after its implementation. അപ്പോൾ മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട്, റീസൺസ് എന്തൊക്കെയാണ്? മണ്ഡൽ കമ്മീഷന്റെ ഇംപ്ലിമെന്റേഷന് ശേഷം ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്? ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്നത് 1979 അപ്പോയിന്റ് ചെയ്ത ഒരു കമ്മീഷനാണ്. എന്തിനാന്ന് വെച്ചാൽ OBC ക്ലാസ്സസ്, OBC കാറ്റഗറിയിലുള്ള ആളുകളുടെ സോഷ്യൽ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണിത്. അപ്പോൾ അവർ ആ ഒരു സ്റ്റഡി കഴിഞ്ഞതിന് ശേഷം മനസ്സിലാക്കിയ കാര്യം ഇതാണ്: എല്ലാ ഗവൺമെന്റ് ജോബുകളിലും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും അറ്റ്ലീസ്റ്റ് ഒരു 27% റിസർവേഷൻ നൽകണം എന്നവർ പറഞ്ഞു. അപ്പോൾ ഇത് 1990 ഗവൺമെന്റ് ഡിസൈഡ് ചെയ്തു നമുക്ക് ഈ ഒരു റിപ്പോർട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡിസിഷൻ പക്ഷേ അപ്ഹെൽഡ് ചെയ്ത് വെച്ചു, കാരണം ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ ഇതിനെതിരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് എപ്പോഴാണെന്ന് വെച്ചാൽ 1992 ശേഷമാണ് ഇതൊരു ഫുള്ളി അക്സെപ്റ്റഡ് അല്ലെങ്കിൽ ഒരു ഫുൾ ഇംപ്ലിമെന്റേഷനിലേക്ക് വന്നത്. ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ദി ആന്റി അറക് മൂവ്മെന്റ്? ആന്റി അറക് മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ആന്ധ്രാപ്രദേശിലെ ആൽക്കഹോളിന്റെ സെയിലിന് അഗെയിൻസ്റ്റ് ആയിട്ട് വിമൻ നടത്തിയ ഒരു പ്രൊട്ടസ്റ്റ് ആണ് ആന്റി അറക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഈ അറക് എന്ന് പറയുന്നത് ഒരു തെലുങ്കു വേർഡാണ്, ആൽക്കഹോൾ എന്നാണ് അതിന്റെ മീനിങ്. അപ്പോൾ ആൽക്കഹോളിന്റെ സെയിലിനെതിരെ നടന്ന ഒരു പ്രൊട്ടസ്റ്റ് ആണ് ആന്റി അറക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ, ആൽക്കഹോൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസിലേക്കും അതുപോലെ തന്നെ ദരിദ്രാവസ്ഥയിലേക്കും കുടുംബം മൊത്തം നശിച്ചു പോകാനുള്ള കാരണവും ആകും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ ആന്ധ്രാപ്രദേശിലെ ലേഡീസ് ഇങ്ങനൊരു മൂവ്മെന്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുകയും
അവിടുത്തെ എല്ലാ വിമൻസിൻ്റെയും പ്രശ്നങ്ങൾ അവർ അഡ്രസ്സ് ചെയ്യുകയും അങ്ങനെ ഈ ഒരു മൂവ്മെന്റ് വളരെ ഫേമസ് ആവുകയും ചെയ്തു. അപ്പോൾ ഇത് കൂടാതെ ഒരുപാട് തരത്തിലുള്ള അബ്യൂസസ് ഉണ്ട്, സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ട്, പബ്ലിക് സ്പേസിലുള്ള വയലൻസ്, അങ്ങനെ ഒത്തിരി ഇഷ്യൂസിനെ ഈ ഒരു മൂവ്മെന്റിലൂടെ എല്ലാവരിലേക്ക് എത്തിക്കുകയും ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കാനും ഈ ഒരു മൂവ്മെന്റിലൂടെ സാധിച്ചിരുന്നു. ഇതാണ് ആന്റി അറക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ: വാട്ട് were the major challenges faced by independent India? അപ്പോൾ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫേസ് ചെയ്ത കുറേ ചാലഞ്ചസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ചാലഞ്ച് 1947 ശേഷം ഇന്ത്യ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് പാർട്ടീഷന് ശേഷം ഇവിടെ റിഫ്യൂജീസിനെ റീഹാബിലിറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രശ്നം. ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനുമായിട്ട് പാർട്ടീഷൻ ചെയ്തു, ബംഗ്ലാദേശുമായിട്ട് പാർട്ടീഷൻ ചെയ്തു. അപ്പോൾ അവിടെ നിന്നെല്ലാം വരുന്ന മില്യൺസ് ഓഫ് ആളുകളെ റീഹാബിലിറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം, അതൊരു ആദ്യത്തെ പ്രശ്നമായിരുന്നു. രണ്ടാമത്തെ കാര്യം 500 പ്രിൻസ്ലി സ്റ്റേറ്റിനെയും ഒറ്റൊരു ഇന്ത്യൻ യൂണിയനായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വലിയൊരു പ്രശ്നമായിരുന്നു. ഇനി മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് പോവർട്ടിയും ഫുഡ് സ്കാസിറ്റി, അഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ഇത്രയും ആളുകളെ റീഹാബിലിറ്റ് ചെയ്യാനോ അവർക്കൊരു നല്ല ഫെസിലിറ്റി കൊടുക്കാനുള്ള എബിലിറ്റി ഒന്നും അന്ന് ആ സമയത്ത് നമ്മുടെ കൺട്രിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം പോവർട്ടി, ഫുഡ് സ്കാസിറ്റി, അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം തന്നെ അന്ന് ഉണ്ടായിരുന്നില്ല. ഇത്രയാണ് മേജർ ചാലഞ്ചസ് എന്ന് പറയുന്നത്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. ക്വസ്റ്റ്യൻ: വൈ വാസ് ഇന്ത്യാസ് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ കോൾഡ് ആൻ എക്സ്പെരിമെന്റ്? അപ്പോൾ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ജനറൽ ഇലക്ഷനെ എക്സ്പെരിമെന്റ് എന്നായിരുന്നു വിളിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അതിനെ എക്സ്പെരിമെന്റ് ആക്കി മാറ്റിയത്? അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടക്കുന്നത് 1951 to 52 അപ്പോൾ ഇത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമായിട്ടാണ് എല്ലാവരും മനസ്സിലാക്കിയിരുന്നത്. അതായത് ഒരിക്കലും മുൻപ് നടന്നിട്ടില്ല, ഇനി നടന്നു കഴിഞ്ഞാൽ അതൊരു ഫെയിലിയർ തന്നെ ആവാൻ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരുന്നു ഈ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ, വിച്ച് വാസ് ഹെൽഡ് ഇൻ 1951 to 52. അപ്പോൾ കാരണം എന്താന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു കൺട്രി, അതും അതിനേക്കാൾ കൂടുതൽ പോപ്പുലേഷൻ ഉള്ള കൺട്രിയിലാണ് ഇത് നടക്കുന്നത്, അതും ആദ്യമായിട്ട്. അതുകൂടാണ്ട് ഈ കൺട്രിയിലുള്ള അന്നത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് പാവപ്പെട്ടവരും പഠിപ്പും അറിവും വിദ്യാഭ്യാസം ഒന്നുമില്ലാത്തൊരു ജനതയായിരുന്നു. അപ്പോൾ ഒരുപാട് വെസ്റ്റേൺ ഒബ്സർവേഴ്സ്, അതായത് ഇംഗ്ലീഷുകാരൊക്കെ വിചാരിച്ചത് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഇന്ത്യയിൽ ഒരു ഫെയിലിയർ ആവും എന്നൊക്കെയായിരുന്നു കൂടുതൽ പേരുടെയും ഒബ്സർവേഷൻ. പക്ഷേ ആദ്യമായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്തതാണ്, പക്ഷേ അതൊരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരുന്നു, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ തന്നെയായിരുന്നു. പിന്നീട് അതിനുശേഷം ഇന്ത്യ ഓരോ കാര്യങ്ങളും പഠിച്ച് വളർന്ന് ഇന്ന് വേൾഡിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് മാറി. അന്ന് നമ്മൾ എക്സ്പെരിമെന്റ് എന്ന് വിളിച്ചു, പക്ഷെ ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഡെമോക്രാറ്റിക് രാജ്യമായിട്ട് ഇന്ത്യ മാറി. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് മെന്റ് ബൈ ദ വൺ പാർട്ടി ഡോമിനൻസ് സിസ്റ്റം ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ വൺ പാർട്ടി ഡോമിനൻസ് എന്ന് പറയുന്ന സിസ്റ്റം എന്താണ്? അപ്പോൾ വൺ പാർട്ടി ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ആ ടൈമിലെ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1952, 57, 62 കാലഘട്ടങ്ങളിൽ നടന്ന 3 ജനറൽ ഇലക്ഷനിലും വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടിയാണ് കോൺഗ്രസ് പാർട്ടി അന്ന് ജയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വിന്നിങ് അല്ലെങ്കിൽ ഈ ഒരു ജയം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പവർഫുൾ പാർട്ടി ആയിട്ട് മാറി. അപ്പം 1989 വരെ ഈ ഒരു പവർ അവരുടെ കയ്യിൽ തന്നെയായിരുന്നു കണ്ടിന്യൂ ചെയ്ത് വന്നത്. അപ്പം ഈ ഒരു സിസ്റ്റം നമുക്കൊരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇൻഡിപെൻഡൻസിന്റെ ആദ്യ കാലഘട്ടത്തിൽ നൽകിയിരുന്നു. അപ്പം ഇതാണ് മൊത്തത്തിൽ വൺ പാർട്ടി ഡോമിനൻസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ദ എമർജൻസി ഓഫ് 1975 to 77? അപ്പം 1975-77 നടന്ന എമർജൻസി പീരീഡിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എമർജൻസി ഡിക്ലറേഷനെ കുറിച്ചിട്ട് വിശദീകരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ എമർജൻസി പീരീഡിന്റെ കാലയളവ് എന്ന് പറയുന്നത് 21 months ആയിരുന്നു. അതായത് ഏകദേശം 1 വർഷം 9 മാസത്തോളം എമർജൻസി പീരീഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരുന്നു. അപ്പം ഈ ഒരു ഡിക്ലറേഷൻ ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആയിരുന്നു. അപ്പം ഈ ഒരു സമയത്ത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്തിരുന്നു, പ്രസ് ഫ്രീഡം ഇല്ല. പ്രസ് ഫ്രീഡം എന്ന് വെച്ചാൽ മീഡിയ
മീഡിയ ആളുകൾക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനോ അതിനെ ക്യാപ്ചർ ചെയ്യാനോ ഉള്ള ഫ്രീഡം ഇല്ല. അതുപോലെ തന്നെ ഒരുപാട് ഓപ്പോസിഷൻ പാർട്ടി ലീഡേഴ്സിനെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ 1975-77 എമർജൻസി പീരീഡിൽ നടന്നു. അപ്പം ഈ ഒരു കാലഘട്ടത്തിനെ ഡാർക്ക് പീരീഡ് എന്നാണ് ഹിസ്റ്ററിയിൽ വിളിച്ചിരുന്നത്. ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ദളിത് പാന്തേഴ്സ് മൂവ്മെന്റ്? എന്താണ് ദളിത് പാന്തേഴ്സ് മൂവ്മെന്റ് എന്ന് പറയുന്നത്? ദളിത് പാന്തേഴ്സ് മൂവ്മെന്റ് എന്ന് പറയുന്നത് 1972 മഹാരാഷ്ട്രയിലെ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ദളിത് യുവാക്കള് സംഘടിപ്പിച്ച ഒരു ഓർഗനൈസേഷനാണ് ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡോക്ടർ BR അംബേദ്കറിന്റെ ഐഡിയാസും തോട്ട്സിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ്. അപ്പം ഈ ഓർഗനൈസേഷന്റെ മോട്ടീവ് എന്താന്ന് വെച്ചാൽ ദളിത്സിന് അഗെയിൻസ്റ്റ് ആയി നടക്കുന്ന കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും അവർക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെ കുറിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ടി സംസാരിക്കുക. ഇതായിരുന്നു ഈ ദളിത് പാന്തേഴ്സ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷന്റെ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മൂവ്മെന്റ്, ദളിത് പാന്തേഴ്സ് മൂവ്മെന്റ്, ഒരുപാട് ലിറ്ററേച്ചറും ആർട്ടും പബ്ലിക് പ്രൊട്ടസ്റ്റിലൂടെയെല്ലാം ദളിത് ഇഷ്യൂസ് മറ്റുള്ളവരിലേക്ക് അവയർനെസ് കൊടുത്തു. അപ്പം ഇതാണ് ദളിത് പാന്തേഴ്സ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. Subscribe to this channel for more videos like this. വാട്ട് ഈസ് ദ ചിപ്കോ മൂവ്മെന്റ്? അപ്പോൾ ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ റീജിയനിൽ നടന്നു വന്ന ഒരു മൂവ്മെന്റ് ആണ് ചിപ്കോ മൂവ്മെന്റ്. അതായത് 1970s കാലഘട്ടത്തിൽ. അപ്പൊ ഈ മൂവ്മെന്റിന്റെ മോട്ടീവ് എന്താന്ന് വെച്ചാൽ എൻവയറമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പോൾ എൻവയറമെന്റിനെ ചൂഷണം ചെയ്യാൻ വരുന്നവർക്കെതിരെ നോൺ വയലന്റ് രീതിയിൽ പ്രൊട്ടസ്റ്റുകൾ നടത്തുക. അതാണ് ഈ ഒരു ചിപ്കോ മൂവ്മെന്റിന്റെ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും ഇവര് ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിരുന്നു പ്രൊട്ടസ്റ്റുകൾ നടത്തിയിരുന്നത്. അപ്പോൾ അതായത് കോൺട്രാക്ടേഴ്സ് ടീനെ മുറിച്ചിടാൻ വരുന്ന സമയത്ത് ആ വെട്ടാൻ വരുന്ന ട്രീനെ ഹഗ് ചെയ്ത് പിടിച്ചുകൊണ്ട് അതിനെ ആ വെട്ടുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുക. ഇതായിരുന്നു ഈ മൂവ്മെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇത് സുന്ദർലാൽ ബഹുഗുണ എന്ന് പറഞ്ഞ ഒരു ലീഡറും അതോടൊപ്പം തന്നെ വില്ലേജിലെ കുറച്ച് സ്ത്രീകളും ചേർന്ന് നടത്തിയ ഒരു മൂവ്മെന്റ് ആണ്. അപ്പോൾ ഇവര് ട്രീസിനെ മാത്രമല്ല പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതിനോടൊപ്പം തന്നെ വരുന്ന ഫോറസ്റ്റിലെ റിസോഴ്സസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ കാട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ട ആളുകളുടെ റൈറ്റ്സിനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു മൂവ്മെന്റ് നടന്നു വന്നത്. ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി നർമ്മദ ബച്ചാവോ ആന്തോളൻ? നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് എന്താണ്? നർമ്മദ ബച്ചാവോ ആന്തോളൻ അല്ലെങ്കിൽ NBA എന്ന് നമ്മൾ വിളിക്കുന്നത് ഒരു സോഷ്യൽ മൂവ്മെന്റ് ആണ്. നർമ്മദ റിവറിന്റെ മേലെ ഒരു ഡാം പണിയുന്നതിനെതിരെ നടന്ന ഒരു സോഷ്യൽ മൂവ്മെന്റ് ആണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്രൊട്ടസ്റ്റ് നയിച്ചത് മേധ പട്കർ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. അപ്പം ഇവര് ഉന്നയിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരുപാട് മില്യൺ കണക്കിനുള്ള ട്രൈബൽ ആളുകളുടെ ജീവിതം, അപ്പൊ അവർക്ക് എന്താണ് സംഭവിക്കുന്നത്, ഈ ഡാം വരുന്നതോടുകൂടി അവരുടെ ആ ഡാമിന് ചുറ്റും അല്ലെങ്കിൽ ആ ഡാം പണിയാൻ പോകുന്ന സ്ഥലത്തുള്ള ആളുകളുടെ ജീവിതാവസ്ഥ, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവർ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത്. അതോടൊപ്പം തന്നെ അവിടുത്തെ ആളുകളുടെ ജീവിതം കൂടാതെ തന്നെ ഒരുപാട് എൻവയറമെന്റൽ റിസോഴ്സസ് അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ് അവിടെ ഉണ്ട്. അപ്പൊ അത് നഷ്ടപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഉള്ള ഒരു വലിയൊരു ഡെവലപ്മെന്റൽ പ്രോജക്റ്റ് ആണ് ഈ പറയുന്ന ഡാം അവിടെ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിനെതിരെ ആയിട്ടായിരുന്നു ഈ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറഞ്ഞ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ മൂവ്മെന്റ്? എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്? റൈറ്റ് ടു ഇൻഫർമേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് 1990s രാജസ്ഥാനിൽ നടന്ന ഒരു മൂവ്മെന്റ് ആണ് RTI അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇത് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ആണ് നടത്തിയത്. അപ്പം ഈ മൂവ്മെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഗവൺമെന്റ് റെക്കോർഡ്സ്, ഗവൺമെന്റിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാനുള്ള അവകാശം തരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു RTI. അതായത് ഗവൺമെന്റിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സും നമുക്ക് അറിയണം, ട്രാൻസ്പെറൻസി ആവശ്യപ്പെട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു റൈറ്റ് ടു ഇൻഫർമേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നെയായിരുന്നു. അതിനുശേഷം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറഞ്ഞ് 2005 ഈ ഒരു നിയമം അല്ലെങ്കിൽ ഈ ഒരു അവകാശം ഗവൺമെന്റ് നമുക്ക് അംഗീകരിച്ചു തന്നു.
വാട്ട് വാസ് ദി ദ്രാവിഡിയൻ മൂവ്മെന്റ്? എന്താണ് ദ്രാവിഡിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്? ദ്രാവിഡിയൻ മൂവ്മെന്റ് നടന്നത് തമിഴ്നാടുവിലാണ്. ഏകദേശം ഒരു 1990s 2000 ആ ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു മൂവ്മെന്റ് ആണ് ദ്രാവിഡിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഈ മൂവ്മെന്റ് എന്തിന്റെ പ്രൊട്ടസ്റ്റ് ഭാഗമായിട്ടാണെന്ന് വെച്ചാൽ ബ്രാഹ്മിൻസിന്റെ ഡോമിനൻസ്, അപ്പൊ അതിനെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ദ്രാവിഡിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ്രാവിഡിയൻ ആളുകളെ എംപവർ ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു ഇവരിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇതേ കോൺസെപ്റ്റ് ഉള്ള വേറൊരു മൂവ്മെന്റ് ആയിരുന്നു EV രാമസ്വാമി നായ്ക്കർ നയിച്ച സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ദ്രാവിഡിയൻ മൂവ്മെന്റ് ആൻഡ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്, ഈ മൂവ്മെന്റ്സിന്റെ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇതിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ തമിഴ്നാടുവിൽ കാണുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് ആയ DMK, ADMK എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാർട്ടീസിനെ നമുക്ക് കിട്ടിയത്. അപ്പം DMK എന്ന് പറഞ്ഞാൽ ദ്രാവിഡീയ മുന്നേറ്റ കഴകം എന്നാണ് DMKന്റെ ഫുൾ ഫോം. അതാണ് നമ്മുടെ തമിഴ്നാട് പൊളിറ്റിക്സിൽ ഡോമിനേറ്റഡ് ആയി നിൽക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത്. സോ ഇതാണ് ദ്രാവിഡിയൻ മൂവ്മെന്റ്. ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി ആസാം മൂവ്മെന്റ്? ആസാം മൂവ്മെന്റ് എന്ന് പറയുന്നത് 1979 മുതൽ 85 വരെ ആസാമിൽ നടന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ആസാം മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതായത് എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ നിന്ന് ഇല്ലീഗലായിട്ട് ഇന്ത്യയിലേക്ക് വന്ന ആളുകൾക്കെതിരെയായിട്ട് ആസാമിലെ സ്റ്റുഡൻസ് നടത്തിയ ഒരു പ്രൊട്ടസ്റ്റ് ആണ് ഇത്. അപ്പോൾ ഇവർ എന്തുദ്ദേശിച്ചാണ് ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ഇങ്ങനെ ഇല്ലീഗലായിട്ട് വന്ന ഈ എമിഗ്രൻസ് നമ്മുടെ കൾച്ചറും ഇക്കോണമിയും അതിനൊക്കെ ഒരു ത്രെട്ടായി മാറുമെന്നും അതുപോലെ തന്നെ ആസാമിലെ റിസോഴ്സസും എല്ലാത്തിനും ഒരു പ്രോബ്ലം ആയിട്ട് മാറും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് തന്നെ തുടങ്ങിയത്. അതിനുശേഷം സെൻട്രൽ ഗവൺമെന്റ് ഇതിൽ ഇടപെട്ട് ഒരു പീസ് അല്ലെങ്കിൽ ഒരു ഹാർമണി എഗ്രിമെന്റ് സൈൻ ചെയ്തതിനു ശേഷം ഈ മൂവ്മെന്റ് 1985 എൻഡായി. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കമ്മ്യൂണലിസം? ഇപ്പോൾ കമ്മ്യൂണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയസ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ റിലീജിയസ് ബിലീഫ്സിന്റെ പേരിൽ ആളുകളെ ഡിവൈഡ് ചെയ്യുക, അവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതാണ് കമ്മ്യൂണലിസം എന്ന് പറയുന്ന ഐഡിയ. അപ്പം ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത് ഒരുപാട് ഡൈവേഴ്സ് കൾച്ചേഴ്സും ബിലീഫ്സും ഉള്ള രാജ്യത്ത് കമ്മ്യൂണലിസം ഒരു മേജർ ത്രെറ്റ് ആണ്. അപ്പം ഈ ഒരു ത്രെട്ട് അല്ലെങ്കിൽ കമ്മ്യൂണലിസം എന്ന് പറയുന്ന പല പൊളിറ്റിക്കൽ പാർട്ടീസും ഈ വോട്ടിംഗ് സമയത്തൊക്കെ കുറച്ച് ആളുകളെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് കമ്മ്യൂണലിസം എന്ന് പറയുന്നത്. അപ്പം ഇതിനെതിരായിട്ട് നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് ഡെമോക്രാറ്റിക് വാല്യൂസും അതുപോലെ തന്നെ പബ്ലിക് അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് കമ്മ്യൂണലിസം എന്ന് പറയുന്ന ത്രെട്ട് ഇല്ലാതിരിക്കുക. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഗവർണർ ഇൻ എ സ്റ്റേറ്റ്? ഒരു സ്റ്റേറ്റിൽ ഗവർണറിന്റെ റോൾ എന്താണ്? ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനൽ ഹെഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. അപ്പോൾ ആക്ച്വലി ഒരു സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്ററിനും അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനുമാണ് കൂടുതൽ അല്ലെങ്കിൽ റിയൽ എക്സിക്യൂട്ടീവ് പവർ ഉള്ളത് ശരിക്കും അവർക്ക് മാത്രമാണ്. ഗവർണറിനും പവേഴ്സ് ഉണ്ട്, പക്ഷെ അവര് ക്യാബിനറ്റ് മന്ത്രിമാരിലൂടെയാണ് അതെല്ലാം ചെയ്യുന്നത്. അപ്പം ഗവർണേഴ്സിന് ക്യാബിനറ്റ് മന്ത്രിമാരിലൂടെ മാത്രമല്ല കുറച്ച് ഡിസ്ക്രിഷണറി പവേഴ്സ് കൂടി ഗവർണർക്കുണ്ട്. അതായത് അവനവന്റെ ജഡ്ജ്മെന്റിലെ ബേസിസിൽ ഡിസിഷൻസ് നടപ്പിലാക്കാനുള്ള ഒരു പവർ ഗവർണർക്ക് ഉണ്ട്. അപ്പം ഇതാണ് ഗവർണറിന്റെ റോൾ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ആന്റി ഡിഫെക്ഷൻ ലോ? ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത് എന്താണ്? ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത് 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം പാസ്സായ ലോ ആണ് 1985. അപ്പോൾ ഈ ഒരു ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത് ഡിഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു ലോ ആണ്. അപ്പൊ അതിനു മുൻപ് നമുക്ക് എന്താണ് ഡിഫെക്ഷൻ എന്നറിയണം. ഡിഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെപ്രസെന്റേറ്റീവ് ഒരു പാർട്ടിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇലക്ഷന് നിൽക്കുന്നു, അയാൾ ജയിക്കുന്നു, അതിനുശേഷം ആ പാർട്ടി ഉപേക്ഷിച്ച് മറ്റൊരു പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നു. ഇതാണ് ഡിഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഡിഫെക്റ്റ് ചെയ്യുന്ന മെമ്പേഴ്സിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള ലോ ആണ് ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി ഫിഷർമെൻസ് മൂവ്മെന്റ്? ഫിഷർമെൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ
സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യൻ ഫിഷർമെൻ. ഒരുപാട് ലൈഫ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഫിഷർമെൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 1980s എക്കണോമിക് പോളിസി ചേഞ്ചസ് കാരണം വളരെ ബാഡ് ആയിട്ടാണ് ഫിഷിംഗ് സെക്ടർ എഫക്റ്റ് ആയത്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ എതിരെയായിട്ട് NFF എന്ന് പറയുന്ന നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം പ്രൊട്ടസ്റ്റുകൾ നടത്തി. എന്തിനു വേണ്ടിയൊക്കെയായിരുന്നു പ്രൊട്ടസ്റ്റുകൾ എന്ന് വെച്ചാൽ ഫിഷർമെൻ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ, അതുപോലെ തന്നെ എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ, അതുകൂടാതെ തന്നെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലെ ഫിഷർമെനിന്റെ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ പ്രൊട്ടസ്റ്റിന്റെ മോട്ടീവ് എന്ന് പറയുന്നത്. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.